KPP നമ്പർ എന്നെ വിളിച്ചു. അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല. വിളിച്ചിട്ട് പറഞ്ഞ് മീറ്റ് മീ അറ്റ് ദി എയർപോർട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ട്, ഞാൻ ബാംഗ്ലൂർ CDAC വർക്ക് ചെയ്യാം. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു. അപ്പോൾ അതിനിടയ്ക്കും പലപ്പോഴും മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ ചില മാറ്റങ്ങൾ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ എയർപോർട്ട് വെച്ച് മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗിവ് മി യുവർ ബയോഡേറ്റ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ബയോഡേറ്റം കൊണ്ട് നടക്കാറില്ല എന്ന് പറഞ്ഞു. ഐ വോണ്ട് യു ബയോ. അപ്പോൾ ചോദിച്ചു എന്തിനാന്ന് പറഞ്ഞു. അത് യു ഷുഡ് ജോയിൻ ഇൻ കേരള ടു സെറ്റ് അപ്പ് ദാറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കേരള ഗവൺമെൻറ്റിലോട്ട് വരുന്നില്ല. പറഞ്ഞു കെൽട്രോണിൽ ഇറങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ കെൽട്രോണിൽ നിന്ന് വിട്ടിട്ടാണ് ഞാൻ CDAC വന്നത്, കെൽട്രോണിലേക്ക് വരുന്നില്ല. അപ്പോൾ KSIDC, ഞാൻ പറഞ്ഞു KSIDC ഞാൻ ഗവൺമെൻറ് പബ്ലിക് സെക്ടറിലോട്ട് ഞാൻ വരുന്നില്ല, ഗവൺമെൻറ് ഡയറക്റ്റ്. ഞാൻ പറഞ്ഞു ഗവൺമെൻറ്റായിട്ടും വരുന്നില്ല. ഒരു കാര്യം ചെയ്യാൻ വേണമെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഡെപ്യൂട്ടേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ വരാം. അപ്പോൾ CDACൻ്റെ തുടക്കം മുതലേ ഞാൻ ഇൻവോൾവ്. അപ്പോൾ എനിക്കറിയാം CDACൻ്റെ ഇത് കിട്ടില്ല എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ നമ്പ്യാർ ഓക്കെ ലെറ്റ് മീ ചെക്കപ്പ് എന്ന് പറഞ്ഞ് ഞാൻ പോയി. അന്ന് വൈകുന്നേരം ആയപ്പോൾ ഡോക്ടർ ബട്കർ വിളിക്കുന്നു. വിളിച്ചിട്ട് പറഞ്ഞു യു നോ ദറ്റ് വി കാൺ ഗീവ് എ ഡെപ്യൂട്ടേഷൻ, ദെൻ വൈ ഡിഡ് യു സേ യു ക്യാൻ ഗോ ഇഫ് ഇറ്റ്സ് എ ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദറ്റ് വാസ് ദി ഓൺലി വേ ഐ കുഡ് സേ നോ ടു ഹിം. ഐ കാൺ സേ നോ അതർവൈസ്. അപ്പോൾ ഡോക്ടർ ബട്കർ പറഞ്ഞു ഐ ഓൾസോ കാൺ ടെൽ ഹിം നോ. ഞാൻ പറഞ്ഞു ദെൻ യു സോൾവ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ബട്കർ സ്പെഷ്യൽ അപ്രൂവൽ വാങ്ങി എനിക്ക് CDACയിൽ നിന്ന് കേരള ഗവൺമെൻറ്റിലോട്ട് ഡെപ്യൂട്ടേഷൻ വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തു. ആ ഡിസിഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ കേരളത്തിലേക്ക് വരുന്നത്. പക്ഷേ അതിലൊരു വളരെ രസകരമായിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ വരുന്നതിന് മുമ്പ് ഞാൻ പലരെയും മീറ്റ് ചെയ്തു. അന്ന് മീറ്റ് ചെയ്ത ആൾക്കാരിൽ AK ആൻ്റണിയെ മീറ്റ് ചെയ്തിരുന്നു. പിന്നെ വേറൊരു നേതാവ്, ഒരു കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തെ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചാണ് കണ്ടത്. കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇയാൾ പോകാൻ പരിപാടി ഇട്ടിരിക്കുക. അപ്പോൾ AK ആൻ്റണി കണ്ടപ്പോൾ നല്ലതാ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ആ ഫ്രണ്ട് പറഞ്ഞു വിജയരാമൻ ഇങ്ങനെ നാട്ടിലേക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ പോകും. അതിന് ടെക്നോ പാർക്ക് എന്നുള്ള പേരൊന്നും ആയിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ പോണ്ട, താമസിക്കാതെ 2-3 വർഷം ഇലക്ഷൻ വരും, അപ്പോഴത്തേക്ക് മിക്കവാറും ഞാൻ തന്നെ മുഖ്യമന്ത്രിയാവും, അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ തൽക്കാലം പോകാം, നിങ്ങൾ വന്ന് മുഖ്യമന്ത്രി ആവണേ അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടില്ല, പിന്നെ അങ്ങനത്തെ ഒരു ലീഡറായിരുന്നു. പക്ഷേ ആ ഒരു ഇതിൽ ഞാൻ ഇവിടെ വരാൻ തീരുമാനിക്കുന്നു. പക്ഷേ ആ ഒരു ഇനിഷ്യൽ പീരീഡിൽ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഒരു ജൂലൈ 1991 ഞാൻ വരുന്നത്. ജൂലൈ 19 ഡെപ്യൂട്ടേഷനിൽ വരുന്നു. ടെക്നോ പാർക്കിൻ്റെ തുടക്കം എന്ന് പറഞ്ഞ സെക്രട്ടേറിയറ്റിൽ KPP നമ്പ്യാർക്കൊരു ഓഫീസുണ്ട്. ആ ഓഫീസിലൊരു സോഫയിൽ നിന്നാണ് ടെക്നോ പാർക്കിൻ്റെ തുടക്കം. അപ്പോൾ ആ സോഫയിൽ ആദ്യം വരുമ്പോൾ ഞാൻ മാത്രമുണ്ട്. അത് കഴിഞ്ഞ് പതുക്കെ ഫയലുകൾ കൂടി തുടങ്ങി. പക്ഷേ അവിടെ ഇരുന്നാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഇനിഷ്യൽ ഡേയ്സ് കംപ്ലീറ്റ്ലി ശരിയാക്കുന്നത്. അപ്പോൾ കെൽട്രോണിൽ നിന്നുള്ള ഒരാൾ KPP നമ്പ്യാരുടെ സെക്രട്ടറി ആയിട്ടുണ്ട്, രാമേന്ദ്രൻ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ടീം വേണം. അപ്പോൾ ആ ടീം വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രസൻറ്റേഷൻ ചെയ്തിരുന്നു. അന്ന് നമ്മുടെ ഈ ഓവർ പ്രൊജക്ടേഴ്സാണ് മാത്രമേ ഉള്ളൂ. അതായത് ഒരു ട്രാൻസ്പെറൻസിയിൽ നമ്മളപ്പോൾ അത് ഞാൻ ഓവർ പ്രൊജക്ടർ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ കൊണ്ടുവന്നാണ് പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. ആ പ്രസൻറ്റേഷൻ ചെയ്ത് ഞാൻ സ്റ്റാഫിങ് ഒരു 19 സ്റ്റാഫ്, പിന്നെ ബാക്കി ബഡ്ജറ്റും എല്ലാം കൂടെ പ്രൊപ്പോസ് ചെയ്തു. അത് അംഗീകരിച്ചു. പക്ഷേ ആ സമയത്ത് പല മാറ്റങ്ങൾക്കും തുടക്കം ടെക്നോ പാർക്കായിരുന്നു. ഉദാഹരണത്തിന് ഈ പ്രസൻറ്റേഷൻ ചെയ്യുന്നത് ബോർഡിനോടാണ്. അന്ന് ആ ബോർഡിൽ ഡോക്ടർ ബട്കറുണ്ട്, ഗവൺമെൻറ് കുറച്ച് സെക്രട്ടറിമാരുണ്ട്, ഗൗരിയമ്മയുണ്ട്, ഗവർണിംഗ് കൗൺസിലും ബോർഡ് ഒരുമിച്ച് മീറ്റ് ചെയ്യാണ്. അതിൽ ആ ഒരു പ്രസൻറ്റേഷൻ വെച്ചിട്ട് ഞാൻ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലുണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥർ ചോദിച്ചു ഇതിൽ ബാക്കി സ്റ്റാഫ് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബാക്കി സ്റ്റാഫില്ല, മൊത്തം ഇത്ര ഉള്ളതെന്ന് പറഞ്ഞു. ഇതൊരു വലിയ പ്രോജക്റ്റ് ഇല്ലാണ്, അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ സ്റ്റാഫ്, ഞാൻ പറഞ്ഞു എനിക്ക് ആവശ്യമുള്ള സ്റ്റാഫെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ പറഞ്ഞു ഈ ഫയൽ മൂവ്മെൻറ്റൊക്കെ പ്യൂൺസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു പ്യൂൺസ് വേണ്ട. പറഞ്ഞു ഡോക്ടർ ബട്കർ, ഇപ്പോൾ ഡോക്ടർ പോൾരാജൻ, ഡോക്ടർ ബട്കർ ഞാനോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടർ പോൾരാജിൻ്റെ അടുത്ത് ഡോക്ടർ ബട്കറിൻ്റെ അടുത്തൊരു സാധനം ഒപ്പിടാനുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് കൊണ്ടുപോകും, ഒപ്പിട്ട് മേടിക്കും. അവരത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എൻ്റെ ഒരു കമൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവരാദ്യം ഒന്നുകിൽ എൻ്റെ അടുത്ത് വരും, അല്ലെങ്കിൽ ഞാൻ അവിടെ പോകുമ്പോഴത്തേക്ക് എൻ്റെ തരും, അപ്പോൾ തന്നെ എഴുതി അങ്ങ് തീർക്കുക, അല്ലാതെ ഐ ഡോണ്ട് നീഡ് എ പ്യൂൺ എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത് ചോദിച്ചു വണ്ടി ബഡ്ജറ്റ് ചെയ്തിട്ടില്ല.
പറഞ്ഞ് വണ്ടി വേണ്ട, ഞാൻ വാടകയ്ക്ക് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ വളരെ അപ്സെറ്റ്. യു കാൺ ക്രിയേറ്റ് ലയബിലിറ്റീസ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെക്ക് ചെയ്തു. ഇന്ന് കേരളത്തിലെ പല പൊതുമേഖല, ഞാൻ അന്നത്തെ കാര്യം പറയാം, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒരു ഡ്രൈവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിനേക്കാളും ലാഭത്തിൽ എനിക്കൊരു വണ്ടി വാടകയ്ക്ക് എടുക്കാം. ഇറ്റ് മീൻസ് ഐ ഡോണ്ട് ഹാവ് എ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, സോ ഇറ്റ്സ് നോട്ട് എ ലയബിലിറ്റി, ഇറ്റ്സ് എ അസെറ്റ് ദറ്റ് ഇസ് ദെയർ എന്ന് പറഞ്ഞു. അങ്ങനെ ഗൗരിയമ്മ പറഞ്ഞ് അയാൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ലെറ്റ് us go ahead with it. അങ്ങനെയാണ് ടെക്നോ പാർക്കിൻ്റെ തുടക്കം വരുന്നത്. അപ്പോൾ ആ സെക്രട്ടേറിയറ്റ് ഓഫീസ് KP നമ്പ്യാരുടെ അദ്ദേഹം രാജിവെച്ച് പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ ട്രിവാൻഡ്രം ക്ലബിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങിലേക്കാണ് മാറുന്നത്. അവിടെയായിരുന്നു ഞങ്ങളുടെ ഓഫീസിൻ്റെ തുടക്കം വരുന്നത്. അപ്പോൾ ആ ഒരു പീരിയഡിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, ബഡ്ജറ്റ് ക്ലിയർ ചെയ്യുന്നു, ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ജർമ്മനിയിൽ, ഞാനും അന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്ത KG സതീഷ് കുമാർ, ഞങ്ങൾ ജർമ്മനിയിൽ ഹനോവർ ഫെയറിന് പോകുന്നു. ആ ഹനോവർ ഫെയറിന് ഉള്ള സമയത്ത് അവിടുന്ന് ടെലക്സ് മെസ്സേജ്, അത് ഫാക്സ് മെസ്സേജ് അയക്കുകയാണ്. അന്ന് മൊബൈലൊന്നും ഇല്ലാത്തത് അയച്ചിട്ട് ആ മെസ്സേജിൽ ഉടനെ തിരികെ പറഞ്ഞ് വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചപ്പോൾ ഗൗരിയമ്മ പറഞ്ഞു, ഗവൺമെൻറ് രാജിവെക്കുകയാണ്, ഇലക്ഷൻ ഒരുമിച്ച് വേണ്ടിയിട്ട്, എനിക്ക് തോന്നുന്നു 91 തോന്നുന്നത്. അപ്പോൾ ഇലക്ഷൻ ഒരുമിച്ച് വരെയാണ്, അതുകൊണ്ട് മാർച്ച് 31 നമുക്ക് ഫൗണ്ടേഷൻ സ്റ്റോൺ ഡേ ചെയ്യണം, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് തുടങ്ങുന്നതായിട്ട് വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടനെ തിരികെ വന്ന് ആ പ്രോഗ്രാം കട്ട് ഷോട്ട് ചെയ്ത് തിരികെ വന്ന് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു, ഇനോഗ്രേഷന് പ്രിപ്പയർ ചെയ്യുന്നു. ആ സമയത്ത് ഇനോഗ്രേഷന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നയനാരോട് പറഞ്ഞു, ഇതൊരു മേജർ പ്രോജക്റ്റാണ്, അപ്പോൾ അതിൽ ഇലക്ഷനൊക്കെ വന്നെങ്കിലും എനിക്ക് പ്രതിപക്ഷത്തിന് ആരെങ്കിലും കൂടെ വിളിക്കണം. അങ്ങനെ ശ്രീ K കരുണാകരനോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞില്ല, എനിക്ക് വരാൻ ഒക്കില്ല എന്ന് പറഞ്ഞു. ശ്രീ ആൻ്റണിയോട് ചോദിച്ചു, അദ്ദേഹം വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവരും കൂടെ വന്നിരുന്നെങ്കിൽ ഇതൊരു അക്രോസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉള്ളൊരു പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇൻവിറ്റേഷൻ അയച്ചപ്പോൾ എനിക്ക് പരിചയമുള്ള പലർക്കും അയച്ചതിൻ്റെ കൂട്ടത്തിൽ ശ്രീ KR നാരായണൻ അയച്ചു. അപ്പോൾ KR നാരായണൻ വിളിച്ചിട്ട് പറഞ്ഞു, ഐ എം കമ്മിങ് ഫോർ ദ ഫങ്ഷൻ. അപ്പോൾ അദ്ദേഹം MP. അപ്പോൾ ഞാൻ പറഞ്ഞു, ബട്ട് ഷാൽ ഐ അറേഞ്ച് ഫോർ പിക്കിംഗ്? ഇല്ല, ഐ കം വിത്ത് ഗോപാലകൃഷ്ണൻ ടാൻഡം ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ച് ഞാൻ വന്നോളാം, ഡോണ്ട് വറി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു തോന്നുന്നത്, ശ്രീ KR നാരായണൻ റെപ്രസെൻറ്റ്സ് ദി കോൺഗ്രസ് ഇൻ എ വേ. അപ്പോൾ ഞാൻ ഗൗരിയമ്മയോട് പറഞ്ഞു, KR നാരായണൻ വരുന്നുണ്ട്, അദ്ദേഹത്തെ കൊണ്ടൊന്ന് സ്റ്റേജിൽ കയറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഗൗരിയമ്മ പറഞ്ഞു കുഴപ്പമില്ല, നയനാരോടൊന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വരട്ടെ, അപ്പോൾ ഞാൻ വിളിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേജിലേക്ക് ഓരോരുത്തരും വിളിച്ച് പോകുന്ന സമയത്ത് ഗൗരിയമ്മയെ വിളിച്ചു, നയനാരെ വിളിച്ചു. നയനാർ കയറുന്ന നേരത്ത് ഞാൻ കൂടെ നടന്നു. ഞാൻ പറഞ്ഞു, KR നാരായണനെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. എടോ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞില്ലേ താൻ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ട്. അങ്ങനെ ആ സ്റ്റേജിൽ കയറി കഴിഞ്ഞിട്ട് നാരായണ ഇരിക്കുകയല്ലേ, ബാ മുകളിലോട്ട് കയറുന്നു പറഞ്ഞ് KR നാരായണൻ അവിടെ പബ്ലിക്കിൻ്റെ ഫ്രണ്ട് വെച്ച് കംപ്ലീറ്റ്ലി KR നാരായണനെ സ്റ്റേജിലോട്ട് വിളിച്ചു. അതോടുകൂടി ദിസ് ബിക്കേം എ പ്രോജക്റ്റ് വിച്ച് വാസ് അക്രോസ് പൊളിറ്റിക്കൽ ലൈൻസ്. അപ്പോൾ അതിൻ്റെ ഒരു സക്സസ് ആയിട്ട് ഞാൻ കാണുന്നു. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് മാറുന്നു, ഇലക്ഷൻ വന്നു, CPM LDF തോക്കുന്നു, UDF വരുന്നു, ശ്രീ K കരുണാകരൻ മുഖ്യമന്ത്രി, കുഞ്ഞാലിക്കുട്ടി ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ. അപ്പോൾ ഞങ്ങളുടെ വർക്ക് ബാക്കി ഞങ്ങൾ അതുപോലെ തുടരുകയാണ്. പക്ഷേ ഒരു സ്ട്രോങ് മൂവ് ഉണ്ട് എന്നെയൊക്കെ മാറ്റണം. കാരണം സ്ഥിരമായിട്ടൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ആരെങ്കിലുമൊക്കെ തലപ്പത്തിരുന്ന് അവരെ മാറ്റുക എന്നുള്ളൊരിതുണ്ടായിരുന്നു. അപ്പോൾ ഐ വാസ് പ്രിപ്പയർഡ് ഫോർ എവറിത്തിങ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം, ഞാനപ്പോൾ 2-3 തവണ പറഞ്ഞു, മിനിസ്റ്റർ ഒരു പ്രസൻറ്റേഷൻ ചെയ്യാം ഓൺ ദ പ്രോജക്റ്റ്, ഞാൻ വരാം, കുഴപ്പമില്ല. അങ്ങനെ ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്, TM ജേക്കബും കാണുമെന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ എപ്പോഴാണ് പറഞ്ഞ്, സിനിമയിലുണ്ടായിരുന്ന രാധയുടെ കല്യാണം ട്രിവാൻഡ്രം ക്ലബ്ബിൽ നടക്കുക, അതിന് ഞങ്ങൾ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറാം, അപ്പോൾ പ്രസൻറ്റേഷൻ ചെയ്യാമെന്ന്. ഞാൻ ഓക്കെ ഒന്ന് പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തു. ആ പ്രസൻറ്റേഷൻ ചെയ്ത് കംപ്ലീറ്റ് പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞിട്ട് അവസാനത്തെ സ്ലൈഡ്, ദിസ് പ്രോജക്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഒരു കാരണവശാലും ഈ പ്രോജക്റ്റ് നിർത്തരുത്, ഞങ്ങൾ ആരും ഇമ്പോർട്ടൻ്റ് അല്ല, എനിക്ക് തിരികെ സീഡാക്കി പോകാം, ഇവിടെ ബാക്കി ജോലി ചെയ്യുന്നത് അന്നത്തെ ഒരു 10-11 പേരുണ്ട്, 10 പേര് ഞാൻ കൂടാതെ, അവരൊക്കെ ഒന്നുകിൽ കോൺട്രാക്റ്റിലാണ് അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ഡെപ്യൂട്ടേഷനാണ്. അപ്പോൾ അവരെല്ലാവരെയും മാറ്റിയാലും കുഴപ്പമില്ല,
ദിസ് പ്രോജക്റ്റ് ഹാസ് ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല, നിങ്ങൾ തുടരും എന്ന് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. വി വെൻ ഫോർവേഡ് ഓൺ ദാറ്റ്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഗവൺമെൻറ് ചേഞ്ച് വാസ് ഓൾസോ ഹാൻഡിൽ ഇൻ എ വെരി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പുതിയ സ്ഥാപനം, അവിടെ അപ്പോയിൻമെൻറ്റ്സ് എന്നുള്ളതിൽ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾക്കും മിനിസ്റ്റർ ഓഫീസിൽ പോകുമ്പോഴത്തേക്കും മിനിസ്റ്റർ ഓഫീസിലുള്ള 1-2 പേര് ചിലരുടെ ബയോഡേറ്റ തരും, അവരെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും പറയില്ല, തിരികെ വരും. അങ്ങനെ ഒരു ദിവസം പോയപ്പോഴത്തേക്ക് ഈ കുഞ്ഞാലിക്കുട്ടിയുടെ സ്റ്റാഫ് മിനിസ്റ്ററെ കാണാൻ ഡൽഹിയിൽ നിന്നൊരു വിസിറ്റർ ഉണ്ടായിരുന്നു. ഡോക്ടർ കുട്ടി എന്ന് പറഞ്ഞ് CMCയുടെ ഹെഡായിരുന്നു. അന്ന് അദ്ദേഹം സീനിയർ ഡയറക്ടർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ്. അദ്ദേഹം വന്നപ്പോഴത്തേക്ക് അദ്ദേഹമായിട്ട് മിനിസ്റ്ററെ കാണാൻ പോകുന്നതാണ്. അപ്പോൾ ഇവർ സ്റ്റാഫ് പുറകെ വന്ന് അദ്ദേഹത്തിൻ്റെ മിനിസ്റ്ററുടെ കൊടുത്തിട്ട് എനിക്ക് തരാൻ പറഞ്ഞു ബയോഡേറ്റ. എന്നിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ തന്നപ്പോഴത്തേക്ക് ഞാൻ തിരികെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മിനിസ്റ്റർ ഞാൻ 4 മണിക്ക് വന്ന് കാണാം, മിനിസ്റ്റർ ഉച്ചയ്ക്ക് വരുമല്ലോ. ഞാൻ ഓഫീസിൽ പോയിട്ട് കംപ്ലീറ്റ്ലി ടേബിളെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ബാക്കി സ്റ്റാഫിനെ വിളിച്ചു പറഞ്ഞു, ചിലപ്പോൾ തിരികെ വരും, ചിലപ്പോൾ തിരികെ വരില്ല, അറിയില്ല, നോക്കട്ടെ, ടെസ്റ്റ്. അങ്ങനെ ഞാനവിടെ പോയി. മിനിസ്റ്റർ വന്നില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മിനിസ്റ്റർ വന്നപ്പോഴത്തേക്ക് പുള്ളി എന്താ ഞാൻ പറഞ്ഞു, ഇങ്ങനെ മിനിസ്റ്റർ നേരത്തെ അപ്പോൾ ബാക്കി ഈ നേരത്തെ പലപ്പോഴായിട്ട് എൻ്റെ ബയോഡേറ്റ തന്ന സ്റ്റാഫ് അവിടെ ഉണ്ട്. അപ്പോൾ അവർ വന്ന് കൊടുത്ത് പുള്ളി എൻ്റെ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മിനിസ്റ്ററെ എനിക്കിങ്ങനെ ഒരാളിനെ ആവശ്യമില്ല, എടുക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ആവശ്യമുള്ള സ്റ്റാഫുണ്ട്. എന്തെങ്കിലും സ്റ്റാഫിനെ വേണമെങ്കിൽ അഡ്വർട്ടൈസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. എവറിത്തിങ് എൽസ് ബീങ് ഈക്വൽ. മിനിസ്റ്റർ പറയുന്ന ഒരാൾ, ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് വെരി ഗുഡ്, ബെറ്റർ, ദർ ഇസ് നോ പ്രോബ്ലം. സെയിം ലെവൽ ആണെങ്കിൽ വിൽ ലുക്ക്. പക്ഷെ അല്ലാതെ ഐ വിൽ നോട്ട് ടേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖമൊന്നും വല്ലാതെ ആയി. മിനിസ്റ്ററായി 1-2 ആഴ്ച ആയിക്കാണേ ഉള്ളൂ. ഫോൺ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു, ഫോൺ എടുത്ത് ആരെയോ ഡയൽ ചെയ്തു. ഞാൻ വിചാരിച്ചു സെക്രട്ടറി വിളിച്ച് ഇയാളോട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഫോൺ എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ടെക്നോ പാർക്ക് നടക്കില്ല, വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചു അതോടുകൂടി ഹി വിൽ ഷോ ഡിസ്റ്റൻസിങ്. പക്ഷെ അതല്ല, ഹി ആക്ച്വലി യൂസ് മീ മോർ ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പൊളിറ്റീഷ്യൻസിനെ പറ്റി ഓരോന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം, ഓൾ ഓഫ് ദം ദേ വോണ്ട് ടു ഡു സംതിങ് ഗുഡ്. അതിൽ ഇഫ് യു ആർ പാർട്ട് ഓഫ് ദാറ്റ്, ദേ വിൽ സപ്പോർട്ട് യു. ഞാനുണ്ടായിരുന്ന ആ പീരീഡിൽ എന്നോട് ഒരു മിനിസ്റ്ററും ഒരു പൈസ പോലും പിരിക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ പീരീഡിൽ ടെക്നോ പാർക്കിൽ ഏറ്റവും വലിയ കോൺട്രാക്ട്സാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നയനാരുടെ കാലത്ത് വരുന്നു, ശ്രീ കരുണാകരൻ, അതിന് ശ്രീ ആൻ്റണി, വീണ്ടും നയനാർ വരുന്നു, ഗൗരിയമ്മ, കുഞ്ഞാലിക്കുട്ടി, സുശീല ഗോപാലൻ, ഇവരെല്ലാവരും മിനിസ്റ്റേഴ്സ് ഇതായിരുന്ന സമയത്ത് ഒരിക്കൽ പോലും ഒരു പൈസ പോലും പിരിക്കാനോ ഒരു അഡ്വർടൈസ്മെൻറ്റിന് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒക്കൂലെന്ന് അറിയാമെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പം പലപ്പോഴും ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കുറേ പത്രങ്ങളുണ്ട്. അതായത് റിപ്പബ്ലിക് ഡേക്ക് ഇറങ്ങും, ഓണത്തിന് ഇറങ്ങും, ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇറങ്ങും. അപ്പോൾ അവർക്ക് പരസ്യങ്ങളാണ് വേണ്ടത്. ചിലപ്പോൾ പരസ്യത്തിൻ്റെ അത്രയും കോപ്പി ഇറക്കുള്ളൂ. അതൊക്കെ ഒരു ദിവസം ഒരു IAS ഓഫീസറിനെ വിളിച്ചു പറഞ്ഞു, ഇതെന്താ താൻ ചെയ്തിരിക്കുന്നത്? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? നിങ്ങളുടെ പേര് വന്നപ്പോഴത്തേക്ക്, അപ്പോൾ ഇത് മിനിസ്റ്റർ ഒപ്പിട്ട് കൊടുക്കുക, പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട്. മിനിസ്റ്റർ പറഞ്ഞു, ടെക്നോ പാർക്കിൽ നടക്കില്ല, വേറെ എവിടെയെങ്കിലും നമുക്ക് നോക്കാം, അവർ തരൂല എന്ന് പറഞ്ഞു. അപ്പോൾ അത്രത്തോളം വാട്ട് ഹാവ് യു ഡൺ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഐ ഡോണ്ട് ഡു എനിത്തിങ് ഫോർ മൈ സെൽഫ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസും സപ്പോർട്ടും ഈ മാറി വന്ന ഗവൺമെൻറ്റുകൾ തന്നതാണ് ശരിക്കും പറഞ്ഞാൽ ടെക്നോ പാർക്കിനൊരു വലിയൊരു എന്താ പറയുന്നൊരു ആ ഒരു പ്രോഗ്രസ് കറക്റ്റായിട്ട് പോയി. ഇനീഷ്യൽ ഇയേഴ്സ് വാസ് വെരി ഗുഡ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്.